ഏതെങ്കിലും മതത്തെ പ്രത്യേകിച്ച് ഭീകരവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്താൻ CPIM ഒരിക്കലും തയ്യാറാവുകയില്ല, ഒരിക്കലും തയ്യാറായിട്ടില്ല. ഭീകരവാദത്തിന് മതമില്ല. മതങ്ങളുടെ പേരിൽ ഓരോ മതവും പിന്തുടർന്നു പോന്നിട്ടുള്ള യഥാർത്ഥ മനുഷ്യസ്നേഹ മൂല്യങ്ങൾ, എല്ലാ മതങ്ങളിലും മനുഷ്യസ്നേഹ മൂല്യങ്ങളുണ്ട്. മതങ്ങൾ സ്ഥാപനവൽക്കരിക്കപ്പെടുന്നതോടുകൂടി ഈ മനുഷ്യസ്നേഹ മൂല്യങ്ങൾ പലതും ശോഷിച്ചു വരാറുണ്ട്. ഏതാനും നാളുകൾക്ക് മുമ്പ് അന്തരിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തോലിക്ക സഭയിൽ ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ ശോഷിക്കുന്നതിനെതിരെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചയാളാണ്. കത്തോലിക്ക സഭയുടെ ബലഹീനതകൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചയാള് കത്തോലിക്ക സഭയുടെ പരമോന്നത ചുമതലയിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയാണെന്ന് നമുക്കറിയാം. അത് യാദൃച്ഛികമായി പറഞ്ഞതാണ്. കത്തോലിക്ക സഭയുടെ പേരിലും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാ മതങ്ങളുടെ പേരിലും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അഹിംസയുടെയും സ്നേഹത്തിന്റെയും മഹോന്നത മാതൃക എന്ന് പറയാവുന്ന ശ്രീബുദ്ധന്റെ മൂല്യങ്ങൾ പിന്തുടരുന്നു എന്ന് അവകാശപ്പെടുന്ന ബുദ്ധമതത്തിന്റെ പേരിൽ നമ്മുടെ കൺമുമ്പിൽ ശ്രീലങ്കയിൽ സിംഹള തീവ്രവാദവും സിംഹള ഭീകരവാദവും നടന്നിട്ടുണ്ട്. ബുദ്ധമതം പിന്തുടരുന്നവർ എന്ന് പറയുന്നവരാണ്. പക്ഷെ ബുദ്ധനോ ക്രിസ്തുവിനോ നബിക്കോ അവരുടെ പേരിൽ നടപ്പാക്കപ്പെടുന്ന ഭീകരവാദത്തിൽ പങ്കില്ല എന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഭീകരവാദികൾ മതത്തെ ഭീകരവാദവുമായി കൂട്ടിക്കുഴയ്ക്കുന്നത് ഏറ്റവും കൂടുതൽ വൈകാരികത സൃഷ്ടിക്കാൻ പറ്റുന്ന ഒന്നാണ് മതം എന്ന് നമുക്കറിയാം. മതത്തിന്റെ പേരിലാവുമ്പോൾ എന്തും ഒരു വിഭാഗം ജനങ്ങൾക്കിടയിൽ ഒരുപക്ഷെ ന്യായീകരിക്കപ്പെട്ടേക്കുമെന്ന കണക്കൂട്ടലോടുകൂടിയാണ് മതത്തെ ഭീകരവാദം അതിന്റെ കൂട്ടത്തോടുകൂടി മനുഷ്യരെ കൊന്നൊടുക്കുന്ന ഭീകരവാദത്തിന്റെ ബോംബുകൾ പൊതിയാൻ മതത്തെ ഒരു ആവരണമാക്കുന്നത് വളരെ കൗശലത്തോടു കൂടിയാണ്. ജമ്മു കാശ്മീരിലെ ഈ ഭീകരവാദ അക്രമികൾ ഭീകരവാദ പ്രവർത്തനത്തിലൂടെ ഇന്ത്യൻ സമൂഹത്തിൽ പിളർപ്പ് സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് എങ്കിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ഈ ഭീകരവാദ കൂട്ടക്കുരുതിയെ തുടർന്ന് കക്ഷി രാഷ്ട്രീയ വ്യത്യാസമന്യേ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായിട്ട് ഈ ഭീകരവാദത്തെ ഭർഷിച്ചുകൊണ്ട് ഭീകരവാദികൾക്കെതിരായ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് എന്തു നടപടികൾ സ്വീകരിച്ചാലും അതിനൊപ്പം നിൽക്കും എന്ന് രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിച്ചു. അതിനിടയിൽ നമ്മുടെ സമൂഹം ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു. സുരക്ഷാ വീഴ്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ മാധ്യമങ്ങൾ തന്നെ ഉന്നയിച്ചു. സർവകക്ഷി യോഗം കേന്ദ്ര ഗവൺമെന്റ് വിളിച്ചപ്പോൾ അവിടെ ഈ കാര്യങ്ങൾ ചോദിച്ചു. അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ നാട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഈ ഭീകരാക്രമണം നടക്കുമ്പോൾ സൗദി അറേബ്യയിലായിരുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിലെ ഏതാനും പരിപാടികൾ മാത്രമേ നടന്നു കഴിഞ്ഞിരുന്നുള്ളൂ. പിന്നെയും പരിപാടികൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ പരിപാടികൾ വെട്ടിച്ചുരുക്കിക്കൊണ്ട് ഇന്ത്യയിലേക്ക് വന്നു. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചു, അത്യന്തം ഗുരുതരമായ ഈ സാഹചര്യത്തിൽ ചേരുന്ന സർവകക്ഷി യോഗത്തിൽ സാധാരണഗതിയിൽ പ്രധാനമന്ത്രിയാണ് അധ്യക്ഷത വഹിക്കുക അല്ലെങ്കിൽ പങ്കെടുക്കുക.
പക്ഷേ തന്റെ മറ്റ് സഹപ്രവർത്തകരെ ഈ യോഗം നടത്താനുള്ള ചുമതല ഏറ്റുകൊണ്ട് അദ്ദേഹം ബീഹാറിലേക്ക് പോവുകയാണ് ചെയ്തത് എന്നുള്ളത് അതിന്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യാൻ, ഈ ഭീകരവാദ ഭീഷണി നേരിടാൻ രാജ്യം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന സമയമാണിതെന്നുള്ളത് കൊണ്ട് ഞാൻ ഒരുമ്പെടുന്നില്ല. പക്ഷെ അദ്ദേഹം വരുന്ന ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൂടി പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള ഒരു പ്രസംഗം നടത്താനാണ് സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കാതെ അദ്ദേഹം സമയം മാറ്റിവെച്ചത് എന്നുള്ള ഒരു കാര്യം, അതിനെ മുൻനിർത്തി ഒരു വിമർശനം ഞാൻ ഉന്നയിക്കുകയല്ല, അത് നമ്മളെല്ലാം ഓർക്കുന്നു. അത് അങ്ങനെ വേണ്ടിയിരുന്നോ എന്നുള്ള ഒരു സംശയം ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുകയാണ്.